ആർക്കും ആരെയും കണ്ടുകൂടാ. സുബ്ഹാനല്ലാഹ്. എന്തിന്റെ പേരിലാണ് മക്കളെ നന്മയ്ക്കെതിരെ നടക്കുന്നത്? എന്തിനാണ് നന്മയ്ക്കെതിരെ കൊടി പിടിക്കുന്നത്? നന്മ നടക്കുന്നത് നടക്കട്ടെ, നിനക്ക് വേണ്ടെങ്കിൽ നീ മാറി നിൽക്കൂ. എന്തിനാണ് മക്കളെ സ്വലാത്ത് മജ്‌ലിസിനെ മുടക്കുന്നത്? എന്തിനാണ് മഖ്ബറകൾക്കെതിരെ സംസാരിക്കുന്നത്? എന്തിനാണ് മഹാന്മാർക്കെതിരെ വിരൽ ചൂണ്ടുന്നത്? എന്തിനാണോ ഗ്രൂപ്പിസം പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുത്തുമണികളായ പാണക്കാട് തങ്ങളടക്കമുള്ള തങ്ങന്മാരെ എന്തിനാണ് കൊച്ചാക്കുന്നത്? ഈ കേരളത്തിന് അല്ലാഹു കനിഞ്ഞു നൽകിയ സമുദായമാണ് പാണക്കാട് തങ്ങന്മാര്. ആ തങ്ങന്മാരില്ലെങ്കിൽ നമ്മളുണ്ടോ മക്കളെ? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം എത്ര പേരാണ് പാണക്കാട് വടപ്പനക്കൽ തറവാട്ടിലേക്ക് രണ്ട് കൈയും നീട്ടി ചെല്ലുന്നറിയോ? സുബ്ഹാനല്ലാഹ്. പടച്ചവൻ അവരാര് ചെന്നാലും, മുസ്ലിമായാലും അമുസ്ലിമായാലും ഹിന്ദുവായാലും സ്ത്രീയായാലും പുരുഷനായാലും കള്ളുകുടിയനായാലും വ്യഭിചാരിയായാലും അല്ലാഹ് ഒരാളുടെ മുഖത്ത് നോക്കി നീ മറ്റവനല്ലേ മാറി നില്ല് എന്ന് പറഞ്ഞ ഒരു ചരിത്രം ഈ ശതകത്തില്, ഈ കാലഘട്ടത്തിലോ കഴിഞ്ഞ കാലഘട്ടത്തിലോ നമ്മുടെ കേരളത്തിൽ സുപരിചിതമല്ല. അത്രയും പവറുള്ള പാണക്കാട് തങ്ങന്മാരടക്കമുള്ള മറ്റ് പല ഉള്ളാട് തങ്ങളടക്കമുള്ള മഹാന്മാരുടെ കുഞ്ഞുങ്ങളെയും ചെറിയ മക്കളെയും കൊച്ചുമക്കളെയും തങ്ങന്മാരെന്ന പേരില് സുബ്ഹാനല്ലാഹ് അവരെങ്ങാനും മനസ്സുകൊണ്ടെങ്ങാനും നമ്മൾ എതിർത്ത് പോയെങ്കിലും മക്കളെ ആഖിബത്ത് നശിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവര് മുത്തുനബിയുടെ കൊച്ചുമക്കളാണ്.